Hi friends, Anjane Tech Academy's online ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. My name is വിഷ്ണുജി രഞ്ജിത്ത്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിളുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 150 വരെയുള്ള ആർട്ടിക്കിളുകളാണ് കഥയിലൂടെയും കോഡിലൂടെയൊക്കെ പഠിച്ചത്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. കുറച്ചുപേർ ഈ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ് ധാരാളം പേര് നല്ല അഭിപ്രായം പറഞ്ഞു. കണ്ടതില് വളരെ സന്തോഷം. ഈ ക്ലാസ്സും അതുപോലെ തന്നെ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആദ്യത്തെ ക്ലാസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കണ്ടിട്ട് അത് കണ്ടാലും മതിയാകും. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതാനുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിളും അത്യാവശ്യം എക്സാമിന് അവർ ചോദിക്കുന്ന ഡീപ്പായിട്ടുള്ള ആർട്ടിക്കിളും എല്ലാം നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ നമ്മൾ അമെന്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും എടുത്തിട്ടുണ്ടായിരുന്നു. 106 ഭേദഗതികളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സും നമ്മൾ കോഡ് രൂപേണ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചാനലിലെ പ്ലേലിസ്റ്റില് പൊളിറ്റി എന്ന ഭാഗത്തിലുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സിന്റെ ലിങ്കും അവിടെയും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവത്തില്ല. അപ്പോ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സിന്റെ PDF നോട്ട്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ചോദിച്ചാൽ മതി. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആർട്ടിക്കിൾ 153 ഗവർണർ. സംസ്ഥാനത്തിലെ ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തിലെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പ്രസിഡന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സംസ്ഥാനത്തിന് ഗവർണർ. അപ്പോ പ്രസിഡന്റിന്റെ ശിഷ്യനാണ് ഗവർണർ എന്ന് ഓർത്തോളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു അല്ലേ. 1950 ഭരണത്തിൽ കയറി 2 പ്രാവശ്യം ഇരുന്ന ആളാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റായ രാജേന്ദ്ര പ്രസാദ്. അപ്പോ 50കളിൽ കയറി 2 പ്രാവശ്യം 52 അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. എങ്കിൽ ആ പ്രസിഡന്റിന്റെ ശിഷ്യനായിരിക്കുമല്ലോ ഗവർണർ. അങ്ങനെ ഓർത്തോളൂ. ശിഷ്യൻ അധികാരത്തിലേക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? ഗുരുവിന് 101 രൂപ ദക്ഷിണ കൊടുത്തിട്ടല്ലേ കയറുന്നത്. യെസ്, അതിലുണ്ട്. അപ്പോ 52 പ്രസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവർണറിനെ കുറിച്ച് പറയുന്നത് 52ൽ നിന്നും 101 ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 163 ആകും. 163 സംസ്ഥാനത്തിലെ ഗവർണർമാരെ കുറിച്ച് പരാമർശിക്കുന്നു. സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്നു. എന്നാൽ ഈ അനുച്ഛേദത്തിലെ വ്യവസ്ഥകൾ ഒരാളെ തന്നെ 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളിലെ ഗവർണറുടെ ചുമതല ഏൽപ്പിക്കാം എന്നും പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാനായിട്ടുള്ളത് ആർട്ടിക്കിൾ 161 ആണ്. പ്രസിഡന്റിന്റെ കാര്യം വെച്ച് തന്നെ ഇവിടെയും കണക്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു 61 പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നു എന്ന്. ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിലും പെൻഷൻ പ്രായം കഴിഞ്ഞ് 1 വയസ്സ് കഴിയുമ്പോൾ, ഞാൻ അങ്ങനെ പറയുന്നതല്ല, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും 60ാമത്തെ വയസ്സിലല്ലേ പെൻഷൻ ആവുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ രജനീകാന്ത് ജയിലർ സിനിമയിൽ പറയുന്ന പോലെ വീട്ടിൽ നിന്ന് തന്നെ ചുമ്മാ എല്ലാവരും കയറി പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് കോഡ് രൂപേണ ഓർക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോ 61 പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. ഓക്കെ, അപ്പോ 61 പ്രസിഡന്റിനെ സ്ഥാനാരോഹണം ചെയ്യുന്നത്. 60 വയസ്സ് പെൻഷൻ പ്രായം, അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴത്തേക്കും പിച്ചുകയും മാന്തുകയും ചെയ്യും. ഇംപീച്ച്മെന്റ്. ഓക്കെ, ഗുരുവിനെ പിച്ചുകയോ മാന്തുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യനായിട്ടുള്ള ഗവർണറിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോ ഗവർണർ ഈ പിച്ചുന്നവർക്കൊക്കെ ജസ്റ്റ് ഒരു 100 രൂപയും കൂടെ കൊടുത്തങ്ങ് ഒതുക്കും. നിങ്ങൾ മാപ്പ് നൽകണം, നമ്മുടെ ആളാണ്, എന്റെ ഗുരുവാണ്, നിങ്ങൾ മാപ്പ് നൽകണം. യെസ്, 161. ഓക്കെ, പവർ ഓഫ് ഗവർണർ ടു ഗ്രാൻഡ് പാർഡൻസ് എക്സെട്ര ആൻഡ് ടു സസ്പെൻഡ്, റെമിറ്റ് ഓർ കമ്മ്യൂട്ട് സെന്റൻസ് ഇൻ സെർട്ടൈൻ കേസസ്. ചില കേസുകളിൽ മാപ്പ് നൽകാനും ശിക്ഷകൾ സസ്പെൻഡ് ചെയ്യാനും കുറയ്ക്കാനും മാറ്റം വരുത്താനുമുള്ള ഗവർണറുടെ അധികാരം. ഒന്നുമില്ല, ഗവർണറിന് പൊതുമാപ്പ് നൽകാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 161. കോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്തോളൂ അല്ലേ. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുന്നു, പ്രസിഡന്റിനെ പിച്ചുകയും മാന്തുകയും ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുന്നവന്മാർക്ക് ഒരു 100 രൂപ കൊടുത്തിട്ട് ഒതുക്കി ഗവർണറെ മാപ്പ് നൽകണമെന്ന് പറയുന്നു. ഗവർണറിന് പൊതു മാപ്പ് നൽകാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 171. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ആർട്ടിക്കിൾ 165 ആണ്. ആർട്ടിക്കിൾ 165 ഇങ്ങനെ ഓർത്തോളൂ. അഡ്വക്കേറ്റ് ജനറൽ ആണ് ആർട്ടിക്കിൾ 165. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലല്ലേ. പണ്ടത്തെ കാലത്ത് ഒരു ചൊല്ലുണ്ട്, മള്ളൂർ വക്കീലും ഒരു പുള്ളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ആരെയും എന്തും ചെയ്യാമെന്ന്.
ഇത് കാലം മാറി. അതിനുശേഷം ആളൂർ വന്നു. ആളൂർ മറ്റൊരു ക്രിമിനലിനെ സംരക്ഷിച്ചു, ഗോവിന്ദച്ചാമി അല്ലെ. പിന്നെയും ഒരുപാട് ക്രിമിനൽ കേസുകളിലൊക്കെ ആളൂർ വന്ന് വാദിച്ചിട്ടുണ്ട്. ഈയിടയ്ക്കാണ് പുള്ളി മരിച്ചത്. അപ്പോ മള്ളൂർ, ആളൂർ. അതുപോലെ ആധുനിക കാലത്ത് വേറൊരു വക്കീൽ വന്നു, അതാണ് ഒന്നാറ് വക്കീല്. ഒന്നാറ് വക്കീലും 5 ഫുള്ളും വേണം ആർക്കും ആരെയും എന്തും ചെയ്യാൻ. കാലം മാറി. പുള്ളിക്ക് ഇപ്പൊ ഭയങ്കര കപ്പാസിറ്റിയാണ്. പണ്ട് മള്ളൂർ വക്കീലിന് 1 ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വന്നിട്ട് ഭയങ്കര കപ്പാസിറ്റിയാണ്, 5 ഫുള്ളായി. ഓണത്തിനെ കണ്ടിട്ടില്ലേ, ഓരോ ഡിസ്ട്രിക്ട് ധരിച്ചിട്ട് ഇത്ര കുടിച്ചു, ഭയങ്കര റെക്കോർഡ് ഇട്ടാണ് ഓരോ വർഷവും കയറുന്നത്. അപ്പോ പുള്ളിയും അങ്ങനെയാണ്. ഒന്നാറ് വക്കീലും 5 ഫുള്ളും വേണം ആർക്കും ആരെയും എന്തും ചെയ്യാൻ. മള്ളൂർ വക്കീലും 1 ഫുള്ളും പോലെ ഒന്നാറ് വക്കീലും 5 ഫുള്ളും. യെസ്, അതിലുണ്ട് 1, 6, 5 വക്കീലാണ്. അപ്പൊ അഡ്വക്കേറ്റ് ആണ്, അഡ്വക്കേറ്റ് ജനറൽ എന്ന് ഓർത്തോളൂ. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാനുള്ള ആർട്ടിക്കിൾ 213 ആണ്. ഗവർണറിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 213. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 123 എന്ന് പറഞ്ഞായിരുന്നു. റെഡി 1 2 3 ഓടിക്കോ, ഓർഡർ ആയെന്നല്ലേ പറയുന്നത്. 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴല്ലേ ഓടുന്നത്. യെസ്, അപ്പൊ പ്രസിഡന്റ് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഓടും. പ്രസിഡന്റ് എന്താ പറയുന്നത്? റെഡി 1 2 3 ഓടിക്കോ, ഓടിപ്പോയി സുപ്രീം കോടതി ഫോം ചെയ്യാൻ. ആർട്ടിക്കിൾ 1 2 3 ആണ് പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഓടിച്ചെന്നിട്ട് ആർട്ടിക്കിൾ 124 തൊട്ടടുത്ത ആർട്ടിക്കിൾ ആകുമ്പോഴത്തേക്കും സുപ്രീം കോടതിയെ കുറിച്ചിട്ട് പരാമർശിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആർട്ടിക്കിൾ 213 ആണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. 1 2 3 ആദ്യത്തെ 2 നമ്പർ ഉണ്ടല്ലോ, അതിനൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ വരുമ്പോഴത്തേക്കും 1 2 3 പകരം 2 ഫസ്റ്റ് വരും. 2 1 3 ആണ് ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഗവർണർ എന്താ പറഞ്ഞത്? ഗവർണർ പറയും ഓടിച്ചെന്ന് സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി രൂപീകരിക്കാൻ. 213 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത നമ്പർ 214 സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളുടെ രൂപീകരണത്തെ കുറിച്ചിട്ട് പറയുന്ന ആർട്ടിക്കിൾ 214. 1 2 3 ഓടിക്കോ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി രൂപീകരിക്കാൻ പറഞ്ഞത് ആർട്ടിക്കിൾ 123 പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. 124 സുപ്രീം കോടതിയുടെ രൂപീകരണം. എങ്കിൽ ഗവർണർ ആണെന്നുണ്ടെങ്കിൽ 2 1 3 ഓടിക്കോ എന്നാണ് പറയുന്നത്. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നു. തൊട്ടടുത്തത് 214 ഓടിച്ചെന്ന് എന്താണ് സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതി രൂപീകരിക്കാൻ പറയുന്നത് 214. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ആർട്ടിക്കിള് 226. ഓക്കെ, ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 226. ഹൈക്കോടതി റിട്ടേൺ ഫൈൻ എന്ന് നോക്കിയോളൂ. ഒരു വ്യക്തിക്ക് ഫൈൻ അടിച്ചു കൊടുക്കുകയാണ്, റിട്ടേൺ ഫൈൻ ആണ് ഹൈക്കോടതി അടിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും റൈറ്റ് ചെയ്ത് ഫൈൻ അടിച്ചു കൊടുക്കുന്ന ഒരാൾക്ക് തന്നെയാണ് ഹൈക്കോടതിയും ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. ഒരു TTRനാണ് ഫൈൻ അടിച്ചു കൊടുക്കുന്നത് എന്ന് ഓർത്തോളൂ. നമ്മളെ നമ്പർ 20 മദ്രാസ് മെയിൽ സിനിമയില്ലേ, അതിലെ ഇന്നസെന്റ് ഏട്ടനെ ഓർത്താൽ മതി. പുള്ളി ആ പാട്ടൊക്കെ പാടി അഴകാന നീലിമയിൽ ഫൈൻ അടിച്ചു തരും ടോണിക്കുട്ട എന്നൊക്കെ പാടിക്കൊണ്ടാണ് എല്ലാവർക്കും ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. ടോണിക്കുട്ടൻ പോയി കംപ്ലൈന്റ് പറഞ്ഞു, ഹൈക്കോടതി ചെക്ക് ചെയ്തു. അങ്ങനെ പുള്ളിക്കെതിരെ വന്നിട്ട് എന്താണ് TTRനാണ് ഹൈക്കോടതി റിട്ടേൺ ഫൈൻ അടിച്ചു കൊടുക്കുന്നതെന്ന് ഓർത്തോളൂ. TTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്, ET എന്ന് പറഞ്ഞാലും 2 ആണ്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്ററിൽ ഓർത്തോളൂ. ലെറ്റർ നമ്മൾ R എന്ന് പറയുമ്പോൾ 6 അല്ലേ? യെസ്, 226. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 226 ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു ആർട്ടിക്കിൾ 32 ആണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് കോഡിലൂടെ. 32നെ മുണ്ട് എന്ന് ഓർത്തോളൂ എന്ന് പറഞ്ഞു. BR അംബേദ്കർ മുണ്ടും കച്ചകെട്ടി മനസാക്ഷിയിലും ഹൃദയത്തിലും തൊട്ട് റൈറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അത് മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ഭരണഘടനയുടെ മനസാക്ഷിയും ആത്മാവും എന്ന് BR അംബേദ്കർ പറഞ്ഞതും റിട്ടുകളാണ്. റിട്ടുകൾ എത്രയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32 ആണെങ്കിൽ 3+2 ആണെന്നുണ്ടെങ്കിൽ 5 ആണ്. ഹ്യൂമൻ ബ്രോ ക്യൂവിലാണ് സാർ എന്നാണ് പഠിച്ചത് അല്ലെ. ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ് മാൻഡമസ്, ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഹിബിഷൻ, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ വാറന്റോ. നിനക്ക് എന്ത് അധികാരം, ഈ ജോലിയിൽ തുടരാൻ നിനക്ക് എന്ത് അധികാരം എന്ന് ചോദിക്കുന്നതാണ്. വാറന്റ് ചെയ്ത് അറസ്റ്റിലാക്കൂ, കോ വാറന്റോ. ഓക്കെ, ഹ്യൂമൻ ബ്രോ ക്യൂവിലാണ് സർ. യെസ്, സെർഷ്യോററി സെക്ഷൻ ആയിട്ട് തിരിച്ച് കോർട്ടിലോട്ട് മാറ്റുന്നു എന്നൊക്കെ നമുക്ക് കോഡിലൂടെ പഠിക്കാം. അതിന്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. ഇപ്പോ നമുക്ക് 226 ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ TTR എന്ന് പഠിച്ചോളൂ. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 R ലെറ്ററിൽ ഓർത്തോളൂ. ആർട്ടിക്കിൾ 226 ഒരു ട്രെയിൻ ടിക്കറ്റ് എക്സാമിനർക്കാണ് ഫൈൻ അടിച്ചു കൊടുക്കുന്നത്. TTR എന്നല്ലേ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം.
ആർട്ടിക്കിൾ 243 243 പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 243 എ മുതൽ ഒ വരെ പറയുന്നത് പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടാണ്. എന്നാൽ പി മുതൽ ഇസഡ് വരെ പറയുന്നത് മുനിസിപ്പാലിറ്റീസിനെ കുറിച്ചിട്ടും ആണ്. ആർട്ടിക്കിൾ 243 ഉള്ളിലുള്ള ഫുൾ ആർട്ടിക്കിളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട, ഇങ്ങനെ ഓർത്തോളൂ. ആർട്ടിക്കിൾ 2, 4, 3 അതിൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 26 എന്ന് ഓർത്തോളൂ. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാലാഞ്ചിറ, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറ്. അവിടെയുള്ള പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നതെന്ന് ഓർത്തോളൂ. അങ്ങൊന്നും 26ഉം 3 ഇങ്ങനെ 2 സ്ഥലമുണ്ട്. ഇടയ്ക്ക് 4 നാലാഞ്ചിറ. അപ്പൊ 26, നാലാഞ്ചിറ, മൂന്നാർ ഇവിടെയുള്ള പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും കുറിച്ച് പരാമർശിക്കുന്നു എന്ന് ഓർത്തോളൂ. ഓക്കെ. അങ്ങനെയെങ്കിൽ അടുത്തിന് നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 265 നികുതി ടാക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിയമത്തിന്റെ അധികാരം വഴിയല്ലാതെ ഒരു വ്യക്തിയിൽ നിന്നും നികുതി ചുമത്താൻ പാടില്ല. വ്യക്തിയോ സ്ഥാപനമോ എന്തുമാവാം, നികുതി നിയമത്തിന്റെ അനുമതി ഇല്ലാതെ ചുമത്താൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 265 നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. 265 26 ഇഞ്ചിക്ക് നികുതി കൂട്ടി. ഓക്കെ, 26 എന്ന് പറയുന്ന സ്ഥലം മൂന്നാറ് പോലെ 26 ധാരാളം ഇഞ്ചിത്തോട്ടമുണ്ട് എന്ന് കരുതോളൂ. അവിടെയുള്ള ഇഞ്ചിക്ക് നികുതി കൂട്ടിയിട്ടുണ്ട് ഗവൺമെന്റ്. 26 ഇഞ്ചിക്ക് നികുതി കൂട്ടി എന്നാണ്. 2, 6 ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 265 നികുതി. ഓക്കെ, അപ്പൊ ഈ നികുതി കൂട്ടിയപ്പം ഇവർക്കൊക്കെ വന്നിട്ട് നികുതി അടയ്ക്കാനുള്ള പൈസ ഇല്ല. അപ്പോ അവർ നേരെ പോയി കാണുന്നത് ഫൈനാൻസ് കമ്മീഷനിലാണ്. അവര് നേരെ പോയിട്ട് ഒരു ഫൈനാൻസ് ഏജൻസിയിൽ പോയിട്ട് കുറെ പൈസ വന്നിട്ട് പലിശക്ക് എടുക്കുകയാണ്. അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ആർട്ടിക്കിൾ 280 ഫൈനാൻസ് കമ്മീഷൻ. ഓക്കെ, 26 ഇഞ്ചിക്ക് 265 നികുതി കൂട്ടി. അവർക്ക് നികുതി അടയ്ക്കണം, കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അങ്ങനെ നേരെ അവര് ഫൈനാൻസിൽ നിന്നും കുറച്ച് കാശെടുക്കുകയാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ കാശെടുത്ത് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ പ്രാവശ്യം നികുതി മുടങ്ങിയപ്പോഴത്തേക്കും 2 ഇരട്ടി 2 ഇരട്ടി കൊടുക്കേണ്ടി വന്നു. വീണ്ടും മുടങ്ങിയപ്പോഴത്തേക്കും 2ന്റെ ക്യൂബായി. 2ന്റെ ക്യൂബ് അതിന്റെയും 3 ഇരട്ടി 8 കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ വന്നപ്പോഴത്തേക്കും അവര് പറഞ്ഞു ഇനി പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെന്താണ് ക്ലോസ് ചെയ്തു. അപ്പോ 0 ആയി പലിശ. 2880 ഫൈനാൻസ് കമ്മീഷൻ. 265ഉം 280ഉം ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. 26 ഇഞ്ചിക്ക് നികുതി കൂട്ടി. 2, 6, 5 നികുതി ടാക്സിനെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പൊ വന്നിട്ട് പൈസ അടയ്ക്കണ്ടേ? അപ്പൊ ഫൈനാൻസുകാരുടെ കയ്യിൽ നിന്നും പലിശ മേടിച്ചു. അപ്പോ ഫസ്റ്റ് ദിവസം 2:1 2 മടങ്ങാണ്. രണ്ടാമത്തെ ദിവസം മുടങ്ങിയപ്പോഴത്തേക്കും 2ന്റെ ക്യൂബ് അത് 8 ആയി. പിന്നെ വന്നിട്ട് ഇത് ശരിയാവൂല എന്ന് കരുതി അതങ്ങ് ക്ലോസ് ചെയ്തു. 280. 2 മടങ്ങ് 8 മടങ്ങ് 0. 280 ഫൈനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിന്റെ നികുതി എടുത്തിട്ടാണ് ഗവൺമെന്റിന്റെ ചെലവൊക്കെ നോക്കുന്നത്. ആ രീതിയിൽ നികുതി എടുത്തിട്ട് ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ സോളിഡായിട്ട് നടത്താൻ വേണ്ടിയിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ ഗവൺമെന്റിന് തൊടാൻ അധികാരമില്ലാത്ത ഒരു ഫണ്ട് ഉണ്ട്. അതാണ് പബ്ലിക് അക്കൗണ്ട് ഫണ്ട് എന്നും പറഞ്ഞു. പിന്നെ വേറൊരു ഫണ്ട് ഉണ്ട്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ കോവിഡ്, പ്രളയം ഇതുപോലുള്ള സമയമൊക്കെ വരുമ്പോഴത്തേക്കും ഗവൺമെന്റിന് ചെലവാക്കാനും, എന്നാൽ പിന്നെ പാർലമെന്റ് കൂടുമ്പോഴത്തേക്കും കണക്കുകളൊക്കെ കാണിച്ചിട്ട് പിന്നെ കണക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. അങ്ങനെയുള്ളതാണ് എമർജൻസി ഫണ്ട്. കണ്ടിജൻസി ഫണ്ട് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നോക്കി, എന്നും പറയുന്നുണ്ട്. അപ്പോ നികുതിയിൽ നിന്നാണ് ഈ ആദ്യത്തെ ഫണ്ട് അല്ലെ, കൺസോളിഡേറ്റഡ് ഫണ്ട്. നികുതി നല്ല ഗവൺമെന്റ് നടന്നു പോകുന്നത്. അപ്പൊ നികുതിക്ക് തൊട്ടടുത്ത് തന്നെ കാണും. അപ്പൊ ഫണ്ടുകളെ കുറിച്ച് പറയുന്നതും ഈ 265 തൊട്ട് താഴെ തന്നെയുണ്ട്. 266 കൺസോളിഡേറ്റഡ് ഫണ്ട്. ഗവൺമെന്റിന്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനുള്ള ഫണ്ടാണ് കൺസോളിഡേറ്റഡ്. സോളിഡായിട്ട് സോൾവ് ചെയ്യും. കൺസോളിഡേറ്റഡ് ഫണ്ട് അതിലാണ് എല്ലാവർക്കുമുള്ള, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റുമുള്ള സാലറിയും മറ്റും എല്ലാം നൽകുന്നത്. പിന്നെ ഗവൺമെന്റിന്റെ പദ്ധതികള്, പ്രോജക്റ്റുകള് എല്ലാം നടപ്പിലാക്കുന്നത്. ഇതെല്ലാം വന്നിട്ട് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ്. 266. എന്നാൽ തൊട്ടടുത്ത് 266 എയിൽ തന്നെ ഗവൺമെന്റിന് കൈകടത്താൻ പറ്റാത്ത പബ്ലിക് അക്കൗണ്ട് ഫണ്ട് ഉണ്ട്. ഇത് പെൻഷൻ ഫണ്ട്, പോസ്റ്റ് ഓഫീസിന്റെ ഇൻഷുറൻസ് എമൗണ്ട് എല്ലാം ഇതിലാണ് വരുന്നത്. ഇതിൽ നിന്നും ജനങ്ങളുടെ കയ്യിൽ നിന്നും മറ്റും നിക്ഷേപങ്ങൾ തിരിച്ചു മേടിച്ച് അതൊരു
എന്താണ് സേവിങ്സ് ആയിട്ട് വെച്ചിട്ട് പിന്നെ അവർക്ക് തന്നെ കൊടുക്കണം. അപ്പോ പബ്ലിക് അക്കൗണ്ട് അല്ലെ, പബ്ലിക് സേവിങ്സ് ഫണ്ടിലൊന്നും കയറി കൈവയ്ക്കരുത്. ഇത് കൈവച്ച് കഴിഞ്ഞാൽ ഒരാൾ ചോദിക്കും എന്തിനാണ് നിങ്ങൾ കൈവച്ചതെന്ന്. ആരാണ് പറഞ്ഞത്? പാനലിനിട്ട് 8ന്റെ പണി കൊടുക്കുന്ന ആൾ. പാനൽ എന്ന് കഴിഞ്ഞാൽ 14, 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8, 148, 14, 8. ആരാണ്? CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് കണ്ടില്ലെങ്കിൽ മിസ് ചെയ്യരുത്, നിങ്ങൾ അതും കൂടെ കാണണം. ഓക്കെ, അപ്പോ പബ്ലിക് അക്കൗണ്ട് ഫണ്ട് 266A ആണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് 266. തൊട്ടടുത്ത് തന്നെ എമർജൻസി ആയിട്ടുള്ള കണ്ടിജൻസി ഫണ്ട് വരുന്നുണ്ട് 267. കണ്ടിജൻസി ഫണ്ട്, കണ്ടിജൻസി എമർജൻസി എന്ന് ഓർത്ത് വെക്കാനായിട്ട് പറഞ്ഞു. അപ്പോ 265 മുതൽ 280 വരെ വളരെ പ്രധാനമാണ്. അപ്പൊ ഇത്രയും കാര്യം ഈ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി നോക്കാനുള്ളത് ആർട്ടിക്കിൾ 300A ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 300A, 300 ഏക്കർ എന്ന് ഓർത്തോളൂ. പാണ്ഡ്യപ്പട സിനിമയിൽ ദിലീപ് ഏട്ടൻ പറയുന്നുണ്ട്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദാറ്റ് ബ്ലഡി 30 ഏക്കർ ലാൻഡ് എന്ന് പറയുന്നല്ലോ. അത് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. പ്രകാശ് രാജ്, രാജൻ ബി ദേവ് അല്ലെ, ദിലീപ്, അവരെല്ലാവരും നിന്നിട്ട് അങ്ങോട്ട് കോൺവെർസേഷൻ ഇല്ലേ, അതിൽ 30 ഏക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെയാണ്. 300 ഏക്കർ എന്ന് ഓർത്തോളൂ. 300 ഏക്കർ സ്വത്തവകാശമാണ്. 300 ഏക്കർ അല്ലെ, 300 ഏക്കർ എന്ന് ഓർത്തോളൂ. യെസ്, 300 ഏക്കർ അല്ല, 300A ആണ് സ്വത്തവകാശം. അപ്പോ ആർട്ടിക്കിൾ 300A ആണ് 300 ഏക്കർ എന്ന് ഓർത്തോളൂ. മുന്നേ ആർട്ടിക്കിൾ 31 സ്വത്തവകാശം മൗലികാവകാശമാണ് എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ അമെന്റ്മെന്റ് കോഡിലൂടെ പഠിച്ചപ്പോൾ പറഞ്ഞു 1978 വന്ന് 8ന്റെ പണി കൊടുത്ത മൊറാർജി ദേശായി 8ന്റെ പണി. യെസ്, 44ാമത്തെ അമെന്റ്മെന്റിലാണ് ആ 8ന്റെ പണി സ്വത്തവകാശം, സ്വത്ത് നിലനിൽക്കുന്നവർക്ക് മൊറാർജി ദേശായി പറഞ്ഞത്. ദേശത്തിലുള്ള ഒരു സ്വത്തിലും നിങ്ങൾക്ക് മൗലികാവകാശം ഇല്ല സുഹൃത്തെ എന്ന് മൊറാർജി ദേശായി പറഞ്ഞുകൊണ്ട് പാസ്സാക്കിയതാണ് 44ാമത്തെ അമെന്റ്മെന്റ് 4-4-8 1978. അന്നത്തോടെ 31 ആർട്ടിക്കിളിൽ നിന്ന് മാറ്റി 300A നിയമപരമായിട്ടുള്ള അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നു. അതെ, രാജ്യത്തിന് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വത്ത് വിട്ടുകൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം ലാൻഡ് ആണ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ഖനിയോ അല്ലെന്നുണ്ടെങ്കിൽ നിധിയോ അല്ലെന്നുണ്ടെങ്കിൽ മണലോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് അതിനൊക്കെ എടുത്ത് വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് വന്ന് ചോദ്യം ചെയ്ത് പിടിച്ചുകൊണ്ട് പോവും. അതൊക്കെ വലിയ കേസാവും. അപ്പോ നമ്മൾ നികുതി അടച്ചിട്ടാണ് നമ്മുടെ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത്. അത് നമ്മുടെ മൗലിക അവകാശം ഒന്നുമല്ല, നിയമപരമായിട്ടുള്ള അവകാശമാണ് എന്നും ഓർത്തോളൂ. അപ്പോ 300 ഏക്കർ എന്ന് ഓർത്തോളൂ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോ നമുക്ക് അടുത്തിനി നോക്കാനുള്ളത് ആർട്ടിക്കിൾ 312, 315, 320 ആണ്. നമുക്ക് കോഡിലൂടെ അതും നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 312, 315, 320 നമ്മൾ ഇത് 3 പഠിക്കാൻ വേണ്ടി പോകുന്ന രീതി ഇങ്ങനെയാണ്. ഇന്ത്യയില് ഓക്കെ മത്സര പരീക്ഷകളിലൂടെ ജോലി നേടിക്കൊടുക്കുന്ന 3 സർവീസുകൾ ഇതാണ് അല്ലെ, AIS, PSC, UPSC ഒക്കെ. അപ്പോ ഇതിനെ 3നെയും മെൻഷൻ ചെയ്യാൻ വേണ്ടി ഇതിന്റെ 3ന്റെയും തുടക്കത്തിൽ 3 ഉണ്ടാകും എന്ന് ഓർത്തോളൂ. അപ്പോ ആദ്യത്തെ നമ്പർ 3 ആണ്. നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് 315, പിന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത് 320, അത് കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി പോകുന്നത് 312. ഈ ഒരു ഓർഡറിലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ 315 എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് UPSCയെ കുറിച്ചിട്ടാണ്. യൂണിയന് ഒരു പബ്ലിക് സർവീസ് കമ്മീഷനും അത് മാത്രമല്ല സ്റ്റേറ്റിന് SPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇതിലാണ്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ UPSC ഇതിലാണ് വരുന്നതെന്ന് ഓർത്ത് വെച്ചോളൂ. അപ്പൊ UPSC, PSC, AISനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ 3ന്റെയും തുടക്കത്തില് 3 എന്ന നമ്പർ ഉണ്ടാകും. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഒരു 15കാരൻ 15ാമത്തെ വയസ്സിൽ UPSC പരീക്ഷ പാസ്സായി എന്ന് ഓർത്തോളൂ. അപ്പോ UPSC കുറിച്ച് മെൻഷൻ ചെയ്യുന്നത് ആദ്യം 3 പിന്നെ 15. 15കാരനല്ലേ പാസ്സായി ജോലിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോയി എന്നോർത്തോളൂ. അപ്പൊ പറഞ്ഞു നിനക്ക് 15 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ജോലിക്ക് കയറാറായിട്ടില്ല, പോയിട്ട് നീ ജോലിക്ക് കയറാനുള്ള വയസ്സാകുമ്പോ നീ എഴുതൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വിഷമത്തോടെ പോയി എന്നോർത്തോളൂ. എങ്കിൽ അവൻ 20 വയസ്സാകുമ്പോഴത്തേക്കും അവൻ വേറൊരു ടെസ്റ്റ് എഴുതും. അതാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് ഓർത്തോളൂ. അതിന്റെയും തുടക്കത്തിൽ 3 ടോപ്പായിട്ടുള്ള സർവീസുകളാണ്. അപ്പൊ അതിന്റെയും തുടക്കത്തിൽ 3 ഉണ്ട്. അപ്പൊ 20കാരൻ PSC ടെസ്റ്റിൽ വിജയിക്കുമ്പോഴത്തേക്കും 320. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ പറയുന്നത് ആർട്ടിക്കിൾ 320 ആണ്.
അനുച്ഛേദം 320 പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചുമതല അല്ലേ. അവിടെ തുടക്കത്തിൽ 3 എന്ന നമ്പർ ഉണ്ട്. 20-കാരനാണ് ജോലി മേടിച്ചത്. ഈ ജോലി മേടിച്ചിട്ടും അവന്റെ മനസ്സിലെ മുറിവ് ഉണങ്ങിയില്ല. 15-ാമത്തെ വയസ്സില് UPSC പരീക്ഷ എഴുതി പാസ്സായവനാണ്. 20-ാമത്തെ വയസ്സിൽ PSC കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ അടങ്ങൂ ഇല്ല. വീണ്ടും അവൻ വാശിയോടുകൂടി പഠിച്ചു. അങ്ങനെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾ ഇന്ത്യ സർവീസ് തുടക്കത്തിൽ 3 ഉണ്ട്. അതിൽ അവൻ 1ഉം 2ഉം റാങ്ക് മേടിച്ചു എന്ന് ഓർത്തോളൂ. 312 ഓൾ ഇന്ത്യ സർവീസ്. അങ്ങനെ അവൻ 1ഉം 2ഉം റാങ്ക് അവിടെ മേടിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ 3 തുടക്കത്തിലുള്ള 3 ഉണ്ട്, 1, 2. അപ്പൊ ഇതിനെ 3നെയും കണക്ട് ചെയ്യാനായിട്ട് ഇതിൽ 3ലും തുടക്കത്തിൽ 3 ഉണ്ട് എന്ന് ഓർത്തോളൂ. ആദ്യം 3, പിന്നെ 15-കാരൻ നേടിയത് UPSC, പിന്നെ അത് കഴിഞ്ഞ് പ്രായപൂർത്തിയായതിനു ശേഷം പിന്നെ അവൻ നേടിയത് തുടക്കത്തിൽ 3 ഉണ്ട്, പിന്നെ 20 PSC പരീക്ഷ. എന്നിട്ടും അവന് കലിയടങ്ങിയില്ല. പിന്നെ അവൻ 1ഉം 2ഉം റാങ്ക് മേടിച്ചു AIS-ല്. തുടക്കത്തിൽ 3 ഉണ്ട്, 1, 2, 312. അപ്പൊ 315 UPSC-യും SPSC-യും കുറിച്ച് പരാമർശിക്കുന്നു. 320 PSC-യുടെ ചുമതലകൾ. അങ്ങനെയെങ്കിൽ 312 1ഉം 2ഉം റാങ്കും കൂടെ ചേർന്ന് വരുന്നത് ഓൾ ഇന്ത്യ സർവീസിൽ തന്നെ കയറിയവൻ വാശിയോടുകൂടി റാങ്ക് അടിച്ചു എന്നും ഓർത്തോളൂ. സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ അപ്പോ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ആർട്ടിക്കിൾ 326 പ്രായപൂർത്തിയായവരുടെ സാർവത്രികമായിട്ടുള്ള വോട്ടവകാശത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കോഡിനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ഓക്കെ, ഒരു നാട്ടില് ഇലക്ഷനിൽ വന്നിട്ട് മത്സരിക്കുന്ന 3 പാർട്ടികളും വന്നിട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ത്രികോണ മത്സരം എന്നല്ലേ പറയുന്നത്. വാർത്തയിലൊക്കെ 3 പാർട്ടികളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കട്ടയ്ക്കുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ 3 ആണ് ആദ്യം എന്ന് ഓർത്തോളൂ. ഓക്കെ, 3 പാർട്ടിക്കും കട്ടയ്ക്ക് വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തുല്യമായിട്ടുള്ള വോട്ട് കിട്ടണം. ഇവിടെ കിട്ടിയ 2, 2, 2 വെച്ചിട്ടുള്ള വോട്ടാണ് എന്ന് ഓർത്തോളൂ. 3 പാർട്ടിക്കും 2 വോട്ട് വെച്ച് കിട്ടി. അങ്ങനെ 3 പാർട്ടിക്കും 2, 2, 2 വെച്ചിട്ട് 6 വോട്ടാണ് കിട്ടിയത്. എങ്കിൽ ആർട്ടിക്കിൾ 326 ആണ്. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. ആരാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് ആയവർ, പ്രായപൂർത്തിയായവരുടെ വോട്ടവകാശത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് പ്രായപൂർത്തിയായവരുടെ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് മുമ്പ് 21 വയസ്സായിരുന്നു. നമ്മൾ ഭേദഗതികളെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു 1989 61ാം ഭേദഗതിയിലൂടെ രാജീവ് ഗാന്ധിയാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഞാൻ കോഡിലൂടെ ഇങ്ങനെയാണ് ഓർത്തു വെക്കാൻ വേണ്ടി പറഞ്ഞത്. 1789 ജവഹർലാൽ നെഹ്റു ജനിക്കുന്നത്. അത് കഴിഞ്ഞ് കൃത്യം 100 വർഷമായപ്പോൾ കൊച്ചുമകൻ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് അപ്പൂപ്പൻ 18 പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോ വയസ്സ് കുറച്ചു, 21-ൽ നിന്നും 18 ആക്കാനാണ് ഞാൻ കോഡിലൂടെ ആ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോ അതിന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 326 ആണ്. അനുച്ഛേദം 326. ഇങ്ങനെ ഓർത്തോളൂ. 18 വയസ്സാകുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രികോണ പാർട്ടിക്ക് കട്ടയ്ക്ക് മത്സരം 2 വോട്ട് വെച്ചിട്ട് 6 വോട്ട് കിട്ടി. ആർട്ടിക്കിൾ 326. ഇനി ഇതിൽ നിന്നും നമുക്ക് ബേക്കിലോട്ട് വരാം. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ആർട്ടിക്കിൾ 325. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയും ഒരിക്കലും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തരുത്. എന്നാൽ അതിന്റെ പേരിൽ ഇതിന്റെയൊക്കെ ഇക്കാരണത്താൽ വോട്ടർ പട്ടികയിൽ നിന്നും എടുത്ത് പുറത്തു കളയുകയും ചെയ്യരുത്. അവന് 18 വയസ്സാവണം, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. അതിന്റെ 326ന്റെ തൊട്ട് മുകളിൽ ഉള്ളത് 325. ഇങ്ങനെ കണക്ട് ചെയ്യൂ. അപ്പൊ വോട്ട് ആർക്കൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് തൊട്ട് മുകളിൽ 325. ഇതൊക്കെ പറയുന്നത് ആരാണ് എങ്കിൽ അതിനും തൊട്ട് മുകളിലോട്ട് വരൂ. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ ആണ് ഇതൊക്കെ പറയുന്നത് എന്നും ഓർത്തോളൂ. ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചോളൂ. ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 324-ാം അനുച്ഛേദം തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം എന്നിവ ഒരു സ്വതന്ത്ര സ്ഥാപനമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചോളൂ. 324 ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ വരുന്നു. എന്നിട്ട് 325 ആകുമ്പോ ഇലക്ഷൻ കമ്മീഷൻ നിബന്ധന വരും. മതത്തിന്റെ, വർഗത്തിന്റെ, ജാതിയുടെ, ലിംഗത്തിന്റെ പേരിലൊന്നും വന്നിട്ട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തരുത്. അത് മാത്രമല്ല അവരെ വന്നിട്ട് ഇതിന്റെ പേരിൽ പുറത്തു കളയാനും പാടില്ല എന്ന് 325 ഇലക്ഷൻ കമ്മീഷൻ നിബന്ധന വയ്ക്കും എന്ന് ഓർത്തോളൂ. എങ്കിൽ 326 ആവുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു 18 വയസ്സാണോ, ഇന്ത്യൻ പൗരനാണോ, നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് വോട്ട് ചെയ്തോളൂ. അപ്പോ ഈ രീതിയിൽ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാം അല്ലോ. ഈസി അല്ലേ? എങ്കിൽ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ്
ആർട്ടിക്കിള് 338 ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വിഭാഗത്തിലുള്ളവരുടെ 3 കമ്മീഷനുകൾ കൂട്ടിയോജിപ്പിച്ചതാണ് ആർട്ടിക്കിള് 338 എന്ന് ഓർത്തോളൂ. 3 വിഭാഗത്തിലുള്ളവരുടെ 3 കമ്മീഷനുകൾ, വീണ്ടും ഒരു 3 കൂട്ടിയോജിപ്പിച്ചു 8. അതാണ് 338. ഏതൊക്കെയെന്ന് പറഞ്ഞു തരാം. 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, SC കമ്മീഷൻ. എങ്കിൽ 338A ഓക്കെ, ST കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. അങ്ങനെയെങ്കിൽ 338 തന്നെയുള്ള B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ ദേശീയ കമ്മീഷൻ, ഓക്കെ, ബാക്ക്വേർഡ് ക്ലാസിന്റെ കമ്മീഷൻ. അങ്ങനെ 3 വിഭാഗങ്ങളുടെ കമ്മീഷൻ, SC ST അല്ലെ, പിന്നോക്ക വിഭാഗം OBC. അതിലെ 3 കമ്മീഷനും അടങ്ങിയിട്ടുള്ളത് 338, 338A, 338B എന്നിങ്ങനെയാണ്. അതാണ് 3 വിഭാഗക്കാരുടെ 3 കമ്മീഷനുകൾ കൂട്ടിയോജിപ്പിച്ചു. 3 വിഭാഗം എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്, 3 കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും 3 ഉണ്ട്. കൂട്ടിയോജിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. ഓക്കെ, അപ്പോ 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ, 338A ആണെന്നുണ്ടെങ്കിൽ ദേശീയ പട്ടിക വർഗ കമ്മീഷൻ, SC കമ്മീഷൻ, ST കമ്മീഷൻ. പിന്നെ പറയുന്നത് 338B പിന്നോക്ക വിഭാഗങ്ങളുടെ കമ്മീഷൻ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസിന്റെ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നതാണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ ഇതിൽ നിന്നും 338 നിന്നും കൃത്യം 3 കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു പ്രാസത്തിൽ പഠിക്കേണ്ടതുണ്ട്. 341, 342, 343. വീണ്ടും SC ST ഹിന്ദി എന്ന് ഓർത്തോളൂ. SC STയിലുള്ളവർ ഹിന്ദിയിൽ സംസാരിച്ചു. ഓക്കെ, 341, 342, 343. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 341 വീണ്ടും SCയെ കുറിച്ച് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വന്നിട്ട് SC പരിഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റേറ്റിന് അർഹതയുണ്ട്. പക്ഷേ ഗവർണറുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിച്ചിട്ടൊക്കെ കൊടുക്കാൻ പറ്റൂ. അതുപോലെ തന്നെ 342 ST എന്ന് പറഞ്ഞു. ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് ST പരിഗണന കൊടുക്കണമെന്നുണ്ടെങ്കിലും സ്റ്റേറ്റിന് അവസരമുണ്ട്. അതും ഗവർണറുടെ അനുമതിയോടുകൂടി കൊടുക്കാം. എങ്കിൽ 343 ഹിന്ദി, ഓക്കെ, ദേശീയ ഭാഷ അല്ലെങ്കിൽ ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദിയെ കുറിച്ച് പരാമർശിക്കുന്നു എന്ന് ഓർത്തോളൂ. അതാണ് SC ST ഹിന്ദി. 341, 342, 343 നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കിനി നാഷണൽ എമർജൻസിയെ കുറിച്ചിട്ടാണ് നോക്കാനുള്ളത്. ഇത് 352, അതിൽ നിന്ന് 4 കൂട്ടിയാൽ 356, അതിൽ നിന്ന് 4 കൂട്ടിയാൽ 360. സമാന്തര ശ്രേണി പോലെയാണ് എന്ന് ഓർത്തോളൂ. അതിൽ 352 നമുക്ക് ആദ്യത്തെ നമ്പർ കിട്ടാനാണ് ഒരു ചെറിയൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. 2 കോഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നുകിൽ 35ാമത്തെ വയസ്സിലാണ് ഇന്ത്യയിലെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാനുള്ള അർഹത. ഏത് വയസ്സിലാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 35ാമത്തെ വയസ്സിലാണ്. 35 മുതൽ എത്ര വയസ്സ് വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായപരിധിയൊന്നും ഇല്ല. എന്നാൽ 35 വയസ്സായാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആകാനായിട്ട് കഴിയൂ എന്ന് ഓർത്തോളൂ. അങ്ങനെ 35 വയസ്സിൽ ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് 2 പ്രാവശ്യം നാഷണൽ എമർജൻസി കൊടുത്തു എന്ന് കോഡിന് വേണ്ടി ഓർത്തോളൂ. എങ്കിൽ 352 അങ്ങനെയും ഓർക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, എമർജൻസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരമാണ്. നാഷണൽ എമർജൻസി, സംസ്ഥാന സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. അങ്ങനെ 3 തരം. അതിനെ കുറിക്കുന്ന നമ്പർ ഇവിടെ ആദ്യം ഇടുക, 3. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 52 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഡിലൂടെ പഠിച്ചു, ഈ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1950കളിൽ കയറി 2 പ്രാവശ്യം ഇരുന്ന ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ രാജേന്ദ്ര പ്രസാദ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ 50ൽ കയറി 2 പ്രാവശ്യം, 50+2 52 ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ 3 എമർജൻസി ഉണ്ട്. ഇതെല്ലാം പുറപ്പെടുവിക്കുന്ന ആള് 52ാമത്തെ ആർട്ടിക്കിൾ പരാമർശിക്കുന്ന പ്രസിഡന്റ് ആണ്. എങ്കിൽ 352 ആണ് നമ്മുടെ ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നത്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകൾ. പ്രസിഡന്റിന്റെ ആണെങ്കിൽ 52, അങ്ങനെ 352 എന്ന് വെച്ച് കണക്ട് ചെയ്തോളൂ. അപ്പൊ ദേശീയം, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അരിത്തമാറ്റിക് പ്രോഗ്രഷൻ പോലെ സമാന്തര ശ്രേണി പോലെയാണ്. 4 കൂട്ടിയാൽ 356, ദേശീയം കഴിഞ്ഞാൽ സംസ്ഥാനം, സംസ്ഥാന അടിയന്തരാവസ്ഥ, വീണ്ടും 4 കൂട്ടിയാൽ 360,
ഫൈനാൻഷ്യൽ അടിയന്തരാവസ്ഥ, ഫൈനാൻഷ്യൽ എമർജൻസി വരും. ആദ്യം ദേശം, പിന്നെ സംസ്ഥാനം, ഇതും കഴിഞ്ഞിട്ടേ ഫിനാൻസ് വരുള്ളൂ. അപ്പൊ 352, 356, 360 ഈ രീതിയിൽ ഈ കോഡ് പഠിച്ച് വയ്ക്കൂ. ഓക്കെ, ഇന്ത്യയിൽ ഇതുവരെ വരാത്തത് ഫൈനാൻഷ്യൽ എമർജൻസി മാത്രം ആണ്. ദേശീയ അടിയന്തരാവസ്ഥ 1975 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടല്ലേ. സംസ്ഥാന അടിയന്തരാവസ്ഥ ധാരാളം വന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് അതിന്റെ ഓർഡർ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 368 ഭേദഗതികൾ. ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം, നിയമത്തെ മാറ്റുന്നു എന്നാണ്. മാറട്ടെ എന്ന് പഠിച്ചോളൂ. മാറട്ടെ. അതിലുണ്ട് 3, ഓക്കെ, 6 മാറ, ഓക്കെ, 8, 3, 6, 8 അതാണ് മാറട്ടെ. 3, 6, 8 മാറട്ടെ. എവിടെ നിന്നും മാറട്ടെ. ആരാണ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്? കോഡിന് വേണ്ടി ഇങ്ങനെ ഓർത്തോളൂ. നിയമത്തെ മാറ്റുന്നു അല്ലേ. അപ്പൊ മാറട്ടെ. 368 മഹാത്മാഗാന്ധി ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തുന്നത്. അവിടുത്തെ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളുകയും ഇതിനെതിരെ അദ്ദേഹം പ്രതിഷേധിക്കുകയും. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചത് സൗത്ത് ആഫ്രിക്കയിലാണ്. യെസ്, ഭേദഗതികൾ, മാറ്റം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് എന്നുകൂടി ഓർത്തോളൂ. അപ്പോൾ മാറട്ടെ എന്നാണ്. മാറട്ടെ. ഓക്കെ, 368 ആർട്ടിക്കിൾ 368 ആണ്. അങ്ങനെയെങ്കിൽ അമെന്റ്മെന്റ്സ് ആർട്ടിക്കിൾ 368. ഇനി നമുക്ക് നോക്കാനുള്ളത് ആർട്ടിക്കിൾ 370. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജമ്മു കാശ്മീരിന് പ്രത്യേക സംസ്ഥാന പദവി നൽകിയിരുന്നത് ആർട്ടിക്കിൾ 370 ആണ്. 2019 ബില്ല് കൊണ്ടുവന്ന് ഇത് എടുത്ത് മാറ്റിയായിരുന്നു. ആർട്ടിക്കിൾ 370 ആണ് ജമ്മു കാശ്മീരിന് പ്രത്യേക സംസ്ഥാനത്തിലുള്ള സ്വയംഭരണ പദവിയെ അവർക്ക് പ്രത്യേക പദവിക്കുള്ള അവകാശമില്ല. ആർട്ടിക്കിൾ 370 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 370, 371 ഇതിനെ പറ്റിയിട്ടാണ് എന്ന് ഓർത്തോളൂ. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നുണ്ടെങ്കിൽ അതിനോർത്തല്ലേ, എങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഒരാൾക്ക് സഹിച്ചില്ല. അപ്പൊ എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള നാഗന്മാർ പ്രശ്നമുണ്ടാക്കി. നാഗാലാൻഡ് 370A എനിക്കും വേണമെന്ന് പറഞ്ഞ് നാഗാലാൻഡ്, ഓക്കെ, നാഗാലാൻഡുകാരും പ്രശ്നമുണ്ടാക്കി. അങ്ങനെ 370A സ്പെഷ്യൽ പ്രൊവിഷൻസ് വിത്ത് റെസ്പെക്ട് ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ്. ഞാൻ പറഞ്ഞത് നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963 മയിൽ ദേശീയ പക്ഷിയായ വർഷം 1963. അപ്പൊ ആ വർഷം തന്നെ നമുക്കും വേണമെന്ന് പറഞ്ഞ് മയിലിന്റെ ശത്രുവായിട്ടുള്ള നാഗവും വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ 1963 നാഗാലാൻഡ് വന്നു. നാഗാലാൻഡ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി, അവിടുത്തെ പ്രൊവിഷൻസിന് പ്രത്യേക പദവി നൽകിയിട്ടുള്ളത് ആർട്ടിക്കിൾ 370A എന്ന് ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കണ്ടിട്ട് ചുമ്മാതിരിക്കൂ. 371 തൊട്ടടുത്ത ആർട്ടിക്കിളിൽ ജെ ആയപ്പോഴത്തേക്കും ജയ് മഹിഷ്മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ 2 സ്ഥലങ്ങൾ വന്നു എന്ന് ഓർത്തോളൂ. ജയ് മഹിഷ്മതി എന്ന് പറഞ്ഞ ഏതിലാണ്? ബാഹുബലി. അത് ആന്ധ്രയിലാണല്ലോ ഇറങ്ങിയത്. ആന്ധ്രയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈദരാബാദ് ആണ്. ബാഹുബലി ആന്ധ്ര, ജയ് മഹിഷ്മതി അതാണ് 371 ജെ ഹൈദരാബാദ്. അതിന്റെ തൊട്ടടുത്തുള്ള കർണാടകയും ഉണ്ട്. സൗത്തിലെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മാത്രം വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് ഓർത്തോളൂ. അപ്പൊ 371 ജെയിലാണ് എന്താണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഫോർ ഹൈദരാബാദ് കർണാടക റീജിയൻ എന്ന് ഓർത്തോളൂ. 371 ജെ. അപ്പോ ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ആർട്ടിക്കിളുകളിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, എക്സാമിന് ഇതിന് പുറത്തൊന്നും ചോദ്യം അങ്ങനെ ഇങ്ങനെയൊന്നും വരാനായിട്ട് ചാൻസ് ഇല്ല. നമ്മൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രത്യേകം വെടുപ്പിനും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. ഇത് കാണുന്ന ഓരോ വ്യക്തിക്കും ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാകണമേ എന്ന് കരുതി അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എല്ലാം എടുത്തിട്ട് തന്നെയാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ എനിക്കുള്ള പ്രചോദനം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ലൈക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം, നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സന്തോഷം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പറയൂ, അത് നികർത്തി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ നന്നാക്കാനായിട്ട് എനിക്ക് അത് വീണ്ടും പ്രചോദനമാകും. നല്ലതുണ്ടെന്നുണ്ടെങ്കിലും പറയൂ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കും.